ഹലോ നമസ്കാരം. വണ്ടർലെസ് ക്ലാസ്സയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം വെച്ചിട്ടൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റുന്ന ഒരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ പാലപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിച്ചതാണ് ഈ കറി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ട, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവൻ സ്പെഷ്യലൊക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 സവോള എടുത്തിട്ടുണ്ട്. അത് ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ക്യാപ്സിക്കം ആണ്. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ ഫൈനായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇനി ബട്ടൺ മഷ്റൂംസ് ആണ്. അപ്പോൾ ബട്ടൺ മഷ്റൂംസ് കുറച്ച് വലുതാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 400 ഗ്രാമോളം വരുന്നുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി, ഇതും ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. അതുപോലെ എടുത്തേക്കുന്നത് പാഴ്സ്ലി ലീവ്സ് ആണ്. ഒരു 2 ടേബിൾ സ്പൂണോളം പാഴ്സ്ലി ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മസാലകളാണ്. അപ്പോൾ ഒറിഗാനോ, തൈം, റോസ്മേരി, കസ്തൂരി മേത്തി, ഇത്രയും ഞാൻ ഓരോ ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പുമാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം 2 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണമാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ബോയിൽഡ് പൊട്ടറ്റോയും പാലും. അപ്പോൾ ഒരു 2 കിഴങ്ങ് പുഴുങ്ങിയതാണിത് പൊടിച്ച് വെച്ചേക്കുന്നത്. 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു തവ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത മണം വരുമ്പോഴേ നമ്മൾ സവോള ആഡ് ചെയ്യാവുള്ളൂ. എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അരിഞ്ഞു വെച്ചിരുന്ന ആ സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ഉപ്പ് എല്ലായിടത്തും പാകമായിട്ട് പിടിക്കുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവോള നല്ല പാകമായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയം വേണം ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. മഷ്റൂമും ക്യാപ്സിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതേപോലെ 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ്. അതിലേക്ക് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല കുറുകിയ പരുവത്തിലാക്കിയെടുക്കണം. നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ക്രീം ഓഫ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയും കൂടെയുള്ള ആ ക്രീം ഓഫ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒറിഗാനോ, കസ്തൂരി മെത്തി, റോസ്മേരി, തൈം ഇത്രയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പാഴ്സ്ലി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പോളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഗ്രേവിയിലേക്കൊക്കെ നന്നായിട്ട് ആ ക്രീമിൻ്റെ ടേസ്റ്റ് ഇറങ്ങി വരുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി മഷ്റൂം കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെയോ അല്ല ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കിടിലൻ കോമ്പിനേഷൻ കറിയാണ്. സോ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് വഴി മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട
ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച 2 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.